എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? സേഫായിട്ടിരിക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ. അപ്പോൾ ഇന്ന് നമുക്ക് നോക്കാം, നിങ്ങളും നിങ്ങളുടെ പേഴ്സണും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എത്രത്തോളം കമ്പാറ്റബിൾ ആണ്. രണ്ടുപേരും ഒരേപോലത്തെ ചിന്തകളാണോ പരസ്പരം സൂക്ഷിക്കുന്നത്? ഒരേപോലത്തെ ഫീലിങ്സ് ആണോ പരസ്പരം സൂക്ഷിക്കുന്നത്? നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോയാൽ നല്ലതാണോ നിങ്ങൾക്ക് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇതുവരെ അങ്ങനെ നമ്മൾ നോക്കിയിട്ടില്ല അല്ലേ? അപ്പോൾ അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കേട്ടോ. രണ്ട് കൂട്ടർക്ക് വേണ്ടി ഞാൻ കുറച്ച് കാർഡ്സ് എടുക്കും. കാർഡ്സിൽ എന്താണ് കാണുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് തീരുമാനിക്കാം. ഓക്കെ, ഓർക്കുക, ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നോ അത്രത്തോളം മാത്രം എടുക്കുക. ബാക്കി അങ്ങ് വിട്ട് കളയുക. ഫോഴ്സ്ഫുള്ളി റീഡിങ്ങുമായിട്ട് റെസനേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. ഓക്കെ, പേഴ്സണൽ റീഡിങ്ങിൽ കൂടി മാത്രമേ നിങ്ങളുടെ പേഴ്സൻ്റെ യഥാർത്ഥ സിറ്റുവേഷൻ, റിലേഷൻഷിപ്പിൻ്റെ സ്ഥിതിയെല്ലാം നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ സാധിക്കുള്ളൂ. ഓക്കെ, പേഴ്സണൽ റീഡിംഗ് വേണ്ടവർ കോണ്ടാക്ട് ചെയ്തോളൂ, നമുക്ക് ചെയ്യാം. ഓക്കെ, വേറെ എന്താ? അപ്പോൾ റീഡിങ്ങിലേക്ക് പോകാം. നമുക്ക് ന്യൂട്രലായിട്ട് മാത്രം വീഡിയോ കാണുക കേട്ടോ. ഡിവൈൻ, എനിക്കറിയേണ്ടത് എൻ്റെ വ്യൂവേഴ്സും അവരുടെ പേഴ്സണും തമ്മിൽ അവരുടെ റിലേഷൻഷിപ്പിൽ എത്രത്തോളം കമ്പാറ്റബിൾ ആണ് എന്നാണ് എനിക്കറിയേണ്ടത്. രണ്ടുപേരും ഒരേപോലത്തെ ഫീലിങ്സ് ആണോ പരസ്പരം വെച്ച് പുലർത്തുന്നത്? എത്രത്തോളമാണ് അവരുടെ കമ്പാറ്റബിലിറ്റി എന്ന് എനിക്ക് പറഞ്ഞു തരൂ. ഇവരുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോയാൽ അത് ശരിയാകുമോ? അവരുടെ പരസ്പരമുള്ള ഫീലിങ്സ് എന്താണ് എന്ന് പറഞ്ഞു തരൂ. എനിക്ക് ആദ്യമായിട്ട് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ മനസ്സിൽ എന്താണെന്നാണ് അറിയേണ്ടത്. ഒന്ന് പറഞ്ഞു തരൂ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ സൈഡിൽ നിന്നുള്ള കാർഡ്സ് എന്താണ് എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട്? എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ സൈഡിൽ നിന്നുള്ള കാർഡ്സ് തരൂ അവർക്ക് വേണ്ടിയിട്ട്. സ്റ്റാർ, 6 of Pentacles, 9 of Pentacles, 3 of Pentacles, Lovers, Page of Pentacles, share, Strength, Temperance, Ace of Cups, Knight of Wands. നിങ്ങളുടെ പേഴ്സൻ്റെ കാർഡ്സ് ആണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാർഡ്സ്. ഡിവൈൻ, എൻ്റെ വ്യൂവേഴ്സും അവരുടെ പേഴ്സണും തമ്മിലുള്ള കമ്പാറ്റബിലിറ്റി ചെക്കാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. എനിക്കറിയേണ്ടത് എൻ്റെ വ്യൂവേഴ്സിൻ്റെ കാർഡ്സ് എന്താണ് കാണിക്കുന്നത്, അവരുടെ മനസ്സിൽ എന്താണ് അവരുടെ പേഴ്സണിന് വേണ്ടിയിട്ടൊന്ന് കാണിച്ചു തരും. എൻ്റെ വ്യൂവേഴ്സിൻ്റെ സൈഡിൽ നിന്നുമുള്ള കാർഡ്സ് എന്താണ്, അവരുടെ പാർട്ട്ണറിന് വേണ്ടിയിട്ട് എൻ്റെ വ്യൂവേഴ്സിൻ്റെ സൈഡിൽ നിന്നുള്ള കാർഡ്സ് എന്താണ് കാണിച്ചു തരുന്നത്. എനിക്ക് അവർ തമ്മിലുള്ള കമ്പാറ്റബിലിറ്റിയാണ് അറിയേണ്ടത്. Queen of Cups, 4 of Cups, Hermit, 3 of Cups, Magician, 6 of Pentacles. 6 of Pentacles അവിടെയും വന്നു ഇവിടെയും വന്നു കേട്ടോ. Empress, 2 of Cups ഉറപ്പായിട്ടും. Wheel of Fortune, 6 of Cups. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ അവരുടെ ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു വ്യക്തിയായിട്ട് തന്നെയാണ് കാണുന്നത് കേട്ടോ. നിങ്ങൾ അവരുടെ ഒരു ലക്കി ചാമാണ്. നിങ്ങൾ വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ അവരുടെ ലൈഫിൽ വളരെ പോസിറ്റീവായിട്ടുള്ള, എസ്പെഷ്യലി ഫൈനാൻഷ്യൽ രീതിയിൽ അവർ ജോബിലൊക്കെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ സെൽഫ് റെസ്പെക്റ്റിൻ്റെ വാല്യൂ അറിയാതെ ഇരിക്കുകയായിരുന്നെങ്കിൽ, നിങ്ങൾ അവരുടെ ലൈഫിൽ വന്നതിന് ശേഷം അവരെ കൈപിടിച്ച് ഉയർത്തിയിട്ടുണ്ട്, അവരെ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്. ഫൈനാൻഷ്യൽ ഹെൽപ്പ് നിങ്ങൾ ചെയ്ത് കാണും നിങ്ങളുടെ പേഴ്സണ്. ഒരുപാട് അവരതൊക്കെ ഒരുപാട് സ്നേഹത്തോടെ ആലോചിക്കുന്നതായിട്ടും നിങ്ങളെ അവരുടെ ലൈഫിൽ വളരെ ഉയർന്ന ഒരു സ്ഥാനത്ത് വെച്ചിരിക്കുന്നതായിട്ടും കാണുന്നു.
നിങ്ങളെ അവരെ കൺട്രോൾ ചെയ്യാൻ അവർ അനുവദിക്കാറുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, എസ്പെഷ്യലി ഫൈനാൻഷ്യൽ കാര്യങ്ങളൊക്കെ നിങ്ങളോട് ചോദിച്ചിട്ടായിരിക്കും അവർ ചെയ്യേണ്ടാവുക. നിങ്ങളുടെ തീരുമാനങ്ങളാണ് അവർ അവരുടെ ലൈഫിൽ പ്രാവർത്തികമാക്കുക എന്ന് കാണുന്നുണ്ട് കേട്ടോ. നിങ്ങളാണ് അവരുടെ ലൈഫിലുള്ള ഡിസിഷൻ മേക്കർ എന്നാണ് കാണുന്നത്. ഫൈനാൻഷ്യൽ കാര്യങ്ങളിൽ എസ്പെഷ്യലി അവർ കൺഫ്യൂസ്ഡ് ആയിട്ട്, ജോലിയിലാവട്ടെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. അവരോടി നിങ്ങളുടെ അടുത്തേക്കായിരിക്കും ഉപദേശം ചോദിച്ചിട്ട് വരിക കേട്ടോ. ദിവസത്തിൽ ഒരു 50 പ്രാവശ്യം നിങ്ങളെ വിളിച്ച് കാര്യം അങ്ങനെ ചെയ്യട്ടെ ഇങ്ങനെ ചെയ്യട്ടെ എന്ന് ചോദിക്കുന്നുണ്ടാവും. ഒറ്റയ്ക്കൊരു തീരുമാനം എടുക്കാൻ അവർക്ക് ബുദ്ധിമുട്ടാണ്. ഓക്കെ, നിങ്ങളെ ഒരുപാട് സ്നേഹമാണ്, നിങ്ങൾ അവരുടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് എന്നൊക്കെ തന്നെ അവർക്ക് തോന്നാറുണ്ട്. നിങ്ങളുമായിട്ട് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ല, അവരുടെ ലൈഫിലുള്ള എന്ത് തീരുമാനവും അവർ നിങ്ങളുടെ അടുത്ത് ഡിസ്കസ് ചെയ്തിട്ട് മാത്രമേ എടുക്കാറുള്ളൂ. അതുകൊണ്ട് ദിവസത്തിൽ ഒരു 50 പ്രാവശ്യം ഇവർക്ക് നിങ്ങളെ വിളിക്കുകയും എന്താ പറയുക, എന്തെങ്കിലും മെസ്സേജ് അയക്കുകയൊക്കെ വേണം എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. എന്ത് തന്നെ ആയാലും നിങ്ങളുടെ ഓൺലൈൻ റിലേറ്റഡ് ആക്ടിവിറ്റീസും എല്ലാം തന്നെ ഇവർ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ലോങ് ഡിസ്റ്റൻസിലാണെങ്കിൽ പോലും തുടർച്ചയായിട്ട് മെസ്സേജസ് അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുന്നുണ്ടായിരിക്കും കേട്ടോ. അതേപോലെ ചിലർക്കെങ്കിലും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവിടെ കാണുന്നുണ്ട്, വീണ്ടും 3 ഓഫ് പെൻറ്റക്കിൾസ് വെച്ചിട്ട്. ഓക്കെ, പക്ഷേ ആ സിറ്റുവേഷൻ എന്ത് തന്നെയായാലും അവരത് ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ക്ഷമയോടെ മുന്നോട്ട് പോയാൽ, പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോയാൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ രണ്ടും പാരലലായി തന്നെ ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് ശ്രമിച്ചാൽ സാധിക്കുമെന്ന് തന്നെ അവർ കരുതുന്നുണ്ട് കേട്ടോ. അവർ ആരെയും വേദനിപ്പിച്ചിട്ട് നിങ്ങളുമായിട്ടൊരു റിലേഷൻ ആഗ്രഹിക്കുന്നില്ല, നിങ്ങളും ആഗ്രഹിക്കുന്നില്ല. ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് നിങ്ങളും ആഗ്രഹിക്കുന്നത്, അവരും ആഗ്രഹിക്കുന്നത് കേട്ടോ. മനസ്സ് ഓവർവെൽഡ് ആവുന്ന രീതിയിലുള്ള, നിറഞ്ഞു കവിഞ്ഞ് തുളുമ്പുന്ന അത്രയും രീതിയിലുള്ള ഒരു സ്നേഹം നിങ്ങളുടെ അടുത്ത് ഇവർക്ക് തോന്നുന്നുണ്ടെന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങളുടെ അടുത്തേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ലോങ് ഡിസ്റ്റൻസിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്പീഡി ആക്ഷൻ എടുക്കണം, എത്രയും വേഗം നിങ്ങളുടെ അടുത്തേക്ക് എത്തിച്ചേരണം എന്ന് അവർ ചിന്തിക്കുന്നു എന്നും കാണുന്നു. നിങ്ങളുടെ പേഴ്സണ് വളരെ നല്ല എനർജിയാണ് നിങ്ങൾക്കായിട്ട് കണക്റ്റ് ആയത് കേട്ടോ. നിങ്ങളുടെ ഭാഗമാവട്ടെ ക്വീൻ ഓഫ് കപ്സ് വെച്ച് നിങ്ങളുടെ പേഴ്സണെ പറ്റി ആലോചിക്കുമ്പോൾ തന്നെ ഇമോഷണലായിട്ട് ഫീൽ ചെയ്യും. നിങ്ങൾക്ക് കണ്ണൊക്കെ നിറയും. അങ്ങനത്തെ അത്രയും സ്നേഹമാണ് നിങ്ങൾക്ക് മനസ്സിൽ തോന്നാറുള്ളത്. ഭയങ്കരമായിട്ടൊരു മിസ്സിങ് എനർജി കാണുന്നുണ്ട്. ലോങ് ഡിസ്റ്റൻസിലായിരിക്കാം, അതുകൊണ്ടായിരിക്കാം മിസ്സിങ് എനർജി അവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾ ഒറ്റയ്ക്ക് ഒരു 5 മിനിറ്റ് ഇരുന്നാൽ ഉടനെ ഇവരുടെ മുഖമാണ് മനസ്സിലേക്ക് ഓടി വരിക. ഇവരെ തന്നെ ധ്യാനിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് നിങ്ങൾക്ക് കേട്ടോ. 3 ഓഫ് കപ്സ് ഈവൻ എന്താ പറയുക, നിങ്ങൾ എപ്പോഴും തമ്മിൽ കാണുമ്പോൾ ഒറ്റയ്ക്കൊരു സമയം ചിലപ്പോൾ കിട്ടാറുണ്ടാവില്ല. ഓക്കെ, ചുറ്റും മറ്റാൾക്കാരുണ്ടായിരിക്കും. അത് നിങ്ങൾക്ക് എപ്പോഴും ഒരു ബോധറേഷനായിട്ട് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. നിങ്ങൾക്കൊന്ന് തനിച്ചവരോട് സംസാരിക്കണം എന്നൊക്കെ വളരെയധികം ആഗ്രഹമുള്ളതായിട്ട് കാണുന്നു. പക്ഷേ അതിനുള്ള സന്ദർഭം നിങ്ങളായിട്ട് ഉണ്ടാക്കി എടുക്കുക തന്നെ വേണം എന്നുള്ളൊരു സിറ്റുവേഷനാണ് അവിടെ കാണുന്നത്. അതുപോലെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്തും കൂടെയാണ്. നിങ്ങൾക്കെല്ലാം തുറന്ന് പറയാൻ പറ്റുന്ന ഒരു വ്യക്തിയും കൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ. നിങ്ങളും അവരെ വളരെ അടുത്ത് ഹൃദയത്തോട് ഏറ്റവും ചേർത്തിട്ടാണ് നിങ്ങളുടെ പേഴ്സണെ വെച്ചിരിക്കുന്നത്. ഓക്കെ, മജീഷ്യൻ വെച്ചിട്ട് തുടർച്ചയായിട്ട് ഇവരെ പറ്റി തന്നെ ചിന്തിക്കുകയാണ്. മാനിഫെസ്റ്റേഷൻസ് നിങ്ങൾ ചെയ്യാറുണ്ട്. അമ്പലത്തിൽ പോയാലും പള്ളിയിൽ പോയാലും ഇവർക്ക് വേണ്ടിയായിരിക്കും നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടാവുക. നിങ്ങളുടെ സ്വന്തം കാര്യത്തിനേക്കാളും ഇവർ നന്നായിരിക്കണം, അവരുടെ ലൈഫിൽ നല്ല കാര്യങ്ങൾ നടക്കണം, അവർ സേഫായിരിക്കണം, അങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടാവുക കേട്ടോ. മാനിഫെസ്റ്റേഷൻസൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥനകൾ ചെയ്യാറുണ്ട്, നേർച്ചകൾ ചെയ്യാറുണ്ട് എന്നെല്ലാം തന്നെ കാണുന്നു. അങ്ങനെ ഓട്ടോമാറ്റിക്കലി അവർ നിങ്ങളുടെ ലൈഫിൽ മാനിഫെസ്റ്റായി പോവുകയാണ്. ഓക്കെ, 6 ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് നിങ്ങളും അവരും ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ എത്തണം എന്ന് തന്നെ നിങ്ങൾ ആഗ്രഹിക്കേണ്ട. അവിടെ 6 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി അപ്പുറത്തും വന്നിട്ടുണ്ടായിരുന്നു. പരസ്പരം ഫൈനാൻഷ്യലി ഹെൽപ്പ് ചെയ്യുന്നതായിട്ടും കാണുന്നു കേട്ടോ. നിങ്ങൾക്ക് സപ്പോർട്ട് ആവശ്യമുള്ള സമയത്ത് അവർ ചെയ്യാറുണ്ട്, അവർക്ക് സപ്പോർട്ട് ആവശ്യമുള്ള സമയത്ത് നിങ്ങളും ചെയ്യാറുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഏറ്റവും ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് നിങ്ങളും ആഗ്രഹിക്കുന്നത്. ഓക്കെ, അവിടെ തേർഡ് പാർട്ടി ഫോർത്ത് പാർട്ടി എന്ത് സിറ്റുവേഷൻ ഉണ്ടെങ്കിലും അതെല്ലാം നിങ്ങൾക്ക് മാനേജ് ചെയ്ത് പോകാൻ പറ്റും. ആരെയും വിഷമിപ്പിക്കാതെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബാലൻസ് ചെയ്ത്
മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും സാധിക്കുമെന്ന് തന്നെ നിങ്ങളും വിശ്വസിക്കുന്നുണ്ട്. എംപ്രസ് വെച്ചിട്ട് നിങ്ങൾക്ക് അവരോടൊരു മദർലി അഫെക്ഷനും കൂടിയാണ്. ഒരു അമ്മ കുഞ്ഞിനെ നോക്കുമ്പോൾ അത്രയും കെയറോടെയാണ് നിങ്ങൾ നിങ്ങളുടെ പേഴ്സൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാറുള്ളത്. ഒരു കുഞ്ഞിനെ നോക്കും പോലെ എന്തിനും ഏതിനും നിങ്ങളുടെ പ്രസൻസ് ഉണ്ട് അവരുടെ ലൈഫിൽ. അവരും ഈ പറഞ്ഞ പോലെ ഞാൻ അവരുടെ എനർജിയിലും പറഞ്ഞു, എന്താവശ്യം ഉണ്ടെങ്കിലും അവർക്ക് എന്ത് തീരുമാനം എടുക്കണമെങ്കിലും ഓടി നിങ്ങളുടെ അടുത്തേക്കാണ് വരിക എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങൾ അതിനു വേണ്ടിയുള്ള സപ്പോർട്ട് അവർക്ക് തിരിച്ചും കൊടുക്കാറുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. ഒരു തീരുമാനം നിങ്ങൾ എടുക്കാൻ അവരെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അവരുടെ ക്രൈസിസ് സിറ്റുവേഷൻസിൽ, അവർ ബുദ്ധിമുട്ടിൽ പെട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസിലെല്ലാം തന്നെ നിങ്ങളുടെ ഒരു എന്താ പറയുക, ഒരു കൈ സഹായം അവർക്ക് എപ്പോഴും ഉണ്ടാവാറുണ്ട്. നിങ്ങൾ അതുകൊണ്ട് തന്നെ അവരുടെ ലൈഫിൽ അവർ ഏറ്റവും ഉയർന്ന ഒരു ലെവലിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. 2 ഓഫ് കപ്സ് വെച്ച് നിങ്ങൾക്ക് എപ്പോഴും അവരെ കാണണം, അവരുടെ കൂടെ ഇരിക്കണം, സംസാരിക്കണം, അങ്ങനെയൊക്കെ തന്നെയാണ്. മ്യൂച്വൽ ലവായിട്ട് തന്നെയാണ് അവിടെ കാണുന്നത് കേട്ടോ. അവർ നിങ്ങളെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടോ നിങ്ങളും അവരെ അത്രത്തോളം തന്നെ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എപ്പോഴും എന്നും കാണാൻ പറ്റിയാൽ അത്രയും നല്ലത് എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. ഓക്കെ, വീൽ ഓഫ് ഫോർച്യൂൺ വെച്ചിട്ട് നിങ്ങളുടെ ലൈഫിലും അവർ വന്നതിന് ശേഷം ഒരുപാട് ട്രാൻസ്ഫോർമേഷൻസ് നടന്നിട്ടുണ്ട്, മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് നിങ്ങളും കരുതുന്നുണ്ട്. പോസിറ്റീവ് മാറ്റങ്ങൾ കേട്ടോ, നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ പേഴ്സൺ വന്നതിന് ശേഷം നിങ്ങളുടെ ലൈഫിലും സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെ നിങ്ങൾ കരുതുന്നു. അതേപോലെ ഇടയ്ക്ക് തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ട്, എന്തെങ്കിലും ഒരു എന്താ പറയുക ബുദ്ധിമുട്ടിലുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ റിലേഷൻഷിപ്പിൽ ഉണ്ടെങ്കിൽ അതെല്ലാം മാറി ഒരു പോസിറ്റിവിറ്റിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും എന്നും നിങ്ങൾ കുറച്ച് വിശ്വസിക്കുന്നുണ്ട്. 6 ഓഫ് കപ്സ് വെച്ചിട്ട് ഈ റിലേഷൻഷിപ്പ് ലോങ് ടേമിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് നിങ്ങളും ചിന്തിക്കുന്നത് കേട്ടോ. അത് പകുതിക്ക് കളഞ്ഞിട്ട് പോകാൻ വേണ്ടിയിട്ടല്ല നിങ്ങളും ആ റിലേഷൻഷിപ്പിൽ വന്നത്. ഓക്കെ, ഞാൻ ആകെ മൊത്തം നോക്കിയിട്ട് രണ്ടുപേരും തന്നെ പരസ്പരം സ്നേഹിക്കുകയും റെസ്പെക്റ്റ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന വ്യക്തികൾ തന്നെയാണ്. ഓക്കെ, ഇത്രയും കാർഡ്സ് വെച്ചിട്ട് നമുക്ക് തീർച്ചയായും നിങ്ങൾ രണ്ടുപേരും കമ്പാറ്റബിൾ തന്നെയാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്ന് തന്നെയാണ് നമുക്ക് കൺക്ലൂഡ് ചെയ്യേണ്ടത് കേട്ടോ. എന്ത് തന്നെ ആയാലും നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ട് കുറച്ച് കാർഡ്സ് കൂടി എടുക്കാം. കുറച്ച് കാർഡ്സ് കൂടി തരൂ എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സണിന് വേണ്ടിയിട്ട്. കുറച്ച് കാർഡ്സ് കൂടി തരൂ ഡിവൈൻ. ക്വീൻ ഓഫ് പെൻഡക്കിൾസ് നിങ്ങൾക്ക് ഏറ്റവും എന്താ പറയുക ഫൈനാൻഷ്യലിയും നിങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ നിങ്ങൾ എന്താ പറയുക ജോലിക്കൊന്നും പോകാതെ മടി പിടിച്ച് അങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇവർ പുഷ് ചെയ്ത് നിങ്ങളെ കൊണ്ട് ജോലി ചെയ്യിക്കും. ഓക്കെ, കാരണം സ്വയം പര്യാപ്തത, സെൽഫ് റെസ്പെക്റ്റ്, അതിൻ്റെയൊക്കെ വാല്യൂ, സ്വയം സമ്പാദിക്കണം, സ്വന്തം കാലിൽ നിൽക്കണം എന്നൊക്കെയുള്ള വാല്യൂസ് നിങ്ങൾക്ക് ഇവർ പറഞ്ഞു തരുമെന്നാണ് കാണുന്നത്. അത്രയും ലെവലിലൊരു ഹൈ സപ്പോർട്ട് നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ഉണ്ടാവും എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. ചാരിയറ്റ് വെച്ചിട്ട് നിങ്ങളുടെ കൂടെ ഒരു ഉറച്ച എന്താ പറയുക സപ്പോർട്ടായിട്ട് അവർ കൂടെ ഉണ്ടാവും എന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഒരു യൂണിഫോംഡ് ജോബിലൊക്കെ ആയിരിക്കാൻ സാധ്യതയുണ്ട്. ലോങ് ഡിസ്റ്റൻസ് ആണെങ്കിലും ഓൺ ആൻഡ് ഓഫ് ആയിരിക്കും മിക്കവാറും നിങ്ങൾ തമ്മിൽ കാണുന്നുണ്ടാവുക കേട്ടോ. ഇടയ്ക്ക് വരും, കാണും, പോകും, അങ്ങനെയായിരിക്കും. എന്ത് തന്നെ ആയാലും നിങ്ങൾ കോൺസ്റ്റൻ്റ്ലി ഇൻ ടച്ച് തന്നെയാണ് എന്തെങ്കിലും രീതിയിൽ. വീണ്ടും ലോങ് ഡിസ്റ്റൻസ് ആയിട്ട് കാണുന്നു 2 ഓഫ് വാണ്ട്സ് വെച്ചിട്ട്. ഓക്കെ, നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സമയത്ത് അവരൊരു സപ്പോർട്ടുമായിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്തേക്ക് ഓടിയെത്തും എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. പലരും നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരുന്നതിനെ പറ്റിയിട്ടും വളരെ സീരിയസ് ആയിട്ട് തന്നെ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുമൊത്ത് ഒരു ന്യൂ ബിഗിനിങ് വേണം എന്നൊക്കെ തന്നെയാണ് അവർ തീർച്ചയായിട്ടും ആലോചിക്കുന്നത് കേട്ടോ. അത് ഞാൻ പറഞ്ഞില്ലേ, ഒരു കളിതമാശയായിട്ടല്ല അവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കാണുന്നത്. തീർച്ചയായിട്ടും ആ റിലേഷൻഷിപ്പ് ഒരറ്റം എത്തിക്കണം എന്ന് തന്നെയാണ് അവരുടെ ചിന്ത കേട്ടോ. ഡിവൈൻ എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് കുറച്ച് കാർഡ്സ് കൂടി തരൂ. എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് കുറച്ച് കാർഡ്സ് കൂടി തരൂ. ടെമ്പറൻസ് നിങ്ങൾക്കും ഇവരോട് സംസാരിക്കുമ്പോൾ ഒരു വല്ലാത്തൊരു മനസ്സമാധാനം ഫീൽ ചെയ്യാറുണ്ട് പരസ്പരം തന്നെ കേട്ടോ. അവർ വിഷമിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാറുണ്ട്, അവർ നിങ്ങളെയും സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഒരു പെർഫെക്റ്റ് ബാലൻസിലാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് എന്നും കാണുന്നു കേട്ടോ. ലോങ് ഡിസ്റ്റൻസിലാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഓൺ ആൻഡ് ഓഫ് തന്നെയാണ് വീണ്ടും ഇവിടെ കണക്റ്റ് ആവുന്നത്. ട്രാവൽ ചെയ്തിട്ട് വേണമായിരിക്കും നിങ്ങൾ തമ്മിൽ കാണാൻ. പക്ഷെ ആ ലോങ് ഡിസ്റ്റൻസ് ഒന്നും നിങ്ങൾക്കൊരു തടസ്സമല്ല നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ
ആ ലോങ് ഡിസ്റ്റൻസ് അവിടെ ഒരു തടസ്സമല്ല എന്ന് തന്നെ കാണുന്നു കേട്ടോ. എങ്ങനെയെങ്കിലും കണക്റ്റഡ് ആയിരിക്കണം എന്ന് തന്നെയാണ് നിങ്ങളും ആഗ്രഹിക്കുന്നത്. ചാരിയറ്റ് വീണ്ടും കണ്ടോ, പരസ്പരം സപ്പോർട്ട് തന്നെയാണ് അവിടെ. നിങ്ങളും അവർക്ക് ഒരു ക്രൈസിസ് സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങളും അവരുടെ എന്താ പറയുക, അവർക്ക് ഏറ്റവും വിശ്വസിക്കാൻ പറ്റുന്ന സ്ട്രോങ് ആയിട്ട് ഒരു സപ്പോർട്ടായിട്ട് നിങ്ങൾ കൂടെ നിൽക്കാറുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. വീണ്ടും അവിടെ ഒരു ഓൺ ആൻഡ് ഓഫ് കാണുന്നുണ്ട്, ലോങ് ഡിസ്റ്റൻസ് കാണുന്നുണ്ട്. ഇവിടെയും യൂണിഫോംഡ് ജോബിൻ്റെ എനർജി വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ രണ്ടിൽ ഒരാൾ യൂണിഫോംഡ് ജോബിലായിരിക്കാൻ സാധ്യതയുണ്ട്. എന്ത് തന്നെയായാലും പരസ്പരം കൈവിട്ട് കളയാതെ കൂടെ നിൽക്കാൻ തന്നെയാണ് നിങ്ങൾ രണ്ടുപേരും ആഗ്രഹിക്കുന്നത് എന്നും കാണുന്നു. ഒരേ ഒരു കാർഡ് അല്ല, ഒരു കാർഡ് കൂടെ എടുക്കാം. ഡെവിൾ, നിങ്ങൾ എന്താ പറയുക, ഒബ്സസ്ഡ് ആണ് അവരെ പറ്റിയിട്ട് എന്നുള്ളൊരു രീതിയാണ്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സാഹചര്യവശാൽ അവരെ വിട്ടു പോകണം എന്നൊക്കെ ചിന്തിച്ച് ശരി നമുക്കിനി കോണ്ടാക്റ്റ് വേണ്ട എന്നൊക്കെയുള്ള രീതിയിൽ പറഞ്ഞിട്ട് പോയാലും പോയിട്ട് രണ്ടിൻ്റെ അന്ന് തിരിച്ചു വരും. കാരണം നിങ്ങൾക്ക് പറ്റാറില്ല അവരോട് സംസാരിക്കാതിരിക്കാനോ ഇവരുടെ അടുത്ത് ദേഷ്യപ്പെട്ടിരിക്കാനോ ഇവരെ കാണാതിരിക്കാനോ ഒന്നും നിങ്ങൾക്ക് പറ്റാറില്ല. കാരണം നിങ്ങൾക്ക് അവരൊരു അഡിക്ഷൻ പോലെയാണ് കേട്ടോ. നിങ്ങളുടെ ലൈഫിൽ അവർ നിങ്ങളുടെ ഒരു ഹാബിറ്റാണ്. ഇവരോട് സംസാരിക്കുക, ഇവർക്ക് മെസ്സേജ് അയക്കുക എന്നുള്ളത് നിങ്ങളുടെ ഒരു ഹാബിറ്റാണ്. ഇവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുക, ഇവർക്ക് ഏറ്റവും സപ്പോർട്ടായിട്ടിരിക്കുക, അത് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ലക്ഷ്യം. ഓക്കെ, അതുകൊണ്ട് തന്നെ ഒരു മാഗ്നറ്റിക് പുള്ള് നിങ്ങൾ രണ്ടുപേരും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫീൽ ചെയ്യാറുണ്ട്. ഒരു ചങ്ങല കൊണ്ട് ബന്ധിച്ച പോലെയാണ് രണ്ടുപേരെയും കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവരെ വിട്ടു പോകാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഓവറോൾ എനിക്ക് ഫൈനലായിട്ട് തോന്നുന്നത് നിങ്ങൾ രണ്ടുപേരും തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോയാൽ അത് നല്ല രീതിയിൽ വരും എന്ന് തന്നെയാണ് എനിക്ക് ഇവിടെ മെസ്സേജ് കിട്ടുന്നത് കേട്ടോ. ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ്സ് തീർച്ചയായും വേണ്ടി വരും. കാരണം പല സ്ഥലത്തും തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളവിടെ നിങ്ങൾക്ക് അവർക്ക് മാത്രമായിട്ടൊരു കമ്മിറ്റ്മെൻറ്റ് കൊടുക്കാനോ അല്ലെങ്കിൽ അവർക്ക് നിങ്ങൾക്ക് മാത്രമായിട്ട് പൂർണ്ണമായിട്ട് ഒരു കമ്മിറ്റ്മെൻറ്റ് തരാനോ ബുദ്ധിമുട്ട് ഉണ്ടായിരിക്കും. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളവരുടെ കാര്യമാണ് ഈ പറയുന്നത്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ നിങ്ങൾ രണ്ടുപേരും തന്നെ അതൊന്ന് ബാലൻസ് ചെയ്ത് പാരലലായിട്ട് റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുമെന്ന് തന്നെയാണ് കാണുന്നത്. ചിലപ്പോൾ ഒരു കല്യാണത്തിലേക്ക് അത് എത്തില്ലായിരിക്കും, പക്ഷെ ലൈഫ് ലോങ് നിങ്ങൾ കണക്റ്റഡ് ആയിരിക്കും എന്ന് തന്നെ കാണുന്നു. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നിങ്ങളുടെ പേഴ്സൻ്റെ കമ്പാറ്റബിലിറ്റി ഓക്കെ തന്നെയാണ്, നല്ലത് തന്നെയാണ്. ഓക്കെ, നിങ്ങൾ ഡിവൈൻ ഗൈഡൻസ് എടുത്തു തരാം. കാരണം കമ്പാറ്റബിലിറ്റി ആണല്ലോ നമ്മൾ ചെക്ക് ചെയ്തത്. അപ്പോൾ ഡിവൈൻ നിങ്ങളുടെ റിലേഷന് വേണ്ടിയിട്ട് എന്ത് ഗൈഡൻസ് ആണ് തരുന്നതെന്നും കൂടെ നമുക്ക് നോക്കാം. ഓക്കെ എന്ന് തന്നെയാണോ പറയുന്നത് എന്നും കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, ഡിവൈൻ ഗൈഡൻസും കൂടെ നോക്കി വയ്ക്കാം. നിങ്ങളുടെ റിലേഷന് വേണ്ടിയിട്ട് ഡിവൈൻ എന്ത് മെസ്സേജസ് ആണ് തരുന്നതെന്ന് നോക്കാം കേട്ടോ. ഒരു ഷഫ്ലിംഗ് കൂടിയേ. ഹീലിംഗ് ഫാമിലി ഇഷ്യൂസ്, യുവർ ലവ് ലൈഫ് ബെനിഫിറ്റ്സ് ആസ് യു ഫോർഗിവ് യുവർ പാരൻസ്. ഇവിടെ തേർഡ് പാർട്ടി പാരൻസ് ആണെങ്കിൽ, അച്ഛനമ്മമാരുടെ എതിർപ്പൊക്കെ ആണെങ്കിൽ അവരോട് ക്ഷമിക്കുക. അവർ നിങ്ങളുടെ നല്ലത് മാത്രം ചിന്തിച്ചിട്ടാണ് ചെയ്യുന്നത്. അവരെ സമ്മതിപ്പിച്ച് മാത്രം ആ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകുക എന്നാണ് ഡിവൈൻ പറയുന്നത് കേട്ടോ. This could be the one you have already met the romantic partner you seek. Yes. ഡിവൈൻ എന്താ പറയുന്നത്, ഈ പേഴ്സൺ തന്നെയാണ്, നിങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്ന വ്യക്തി തന്നെയാണ് നിങ്ങൾക്കുള്ള ഡെസ്റ്റിൻഡ് ആയിട്ടുള്ള പാർട്ട്ണർ. മേക്ക് ദി എഫേർട്ട്, ഗ്രേറ്റ് ലവ് ഇസ് വർത്ത് ടേക്കിംഗ് ദി സ്റ്റെപ്സ് യു ആർ ഗൈഡഡ് ടു ടേക്ക്. നിങ്ങൾ അവരായിട്ട് ഇങ്ങോട്ട് വന്ന് പറഞ്ഞോളും എന്നുള്ള രീതിയിൽ മിണ്ടാതിരിക്കാതെ, അല്ലെങ്കിൽ ഡിവൈൻ ടൈമിങ്ങിലെല്ലാം ശരിയാവും എന്ന് മാത്രം വിചാരിച്ച് മിണ്ടാതിരിക്കാതെ നിങ്ങളുടെ ഭാഗത്തു നിന്നും എഫേർട്ട് ഇടണം നിങ്ങളുടെ റിലേഷൻഷിപ്പ് മെച്ചപ്പെടുത്താൻ എന്നാണ് പറയുന്നത് കേട്ടോ. വെരി സൂൺ ക്ലിയർലി ഡിസൈഡ് വാട്ട് യു വോണ്ട് സോ ഇറ്റ് കംസ് ടു യു നൗ. നിങ്ങളാണ് തീരുമാനം എടുക്കേണ്ടത് അല്ലേ. നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതിന് നിങ്ങളാണ് തീരുമാനം എടുക്കേണ്ടത് എന്നാണ് ഡിവൈൻ പറയുന്നത്. കോ ഡിപ്പെൻഡൻസി, അഡിക്ഷൻസ് ആർ എഫക്റ്റിംഗ് യുവർ റൊമാൻറ്റിക് ലൈഫ്. നിങ്ങളുടെ ഭാഗത്തു നിന്നാണത് അല്ലേ. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്കൊരു അഡിക്ഷൻ എന്നുള്ള രീതിയിൽ ആയിരിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞില്ല. അതേ വാക്ക് തന്നെയാണ് ഞാൻ ഉപയോഗിച്ചത്, ഒരു ഹാബിറ്റ് ആയിരിക്കുകയാണെന്ന്. അത് നിങ്ങളുടെ പേഴ്സൺ ഓവർവെൽംഡ് ആവാതെ ശ്രദ്ധിക്കണം കേട്ടോ. സ്നേഹം കൂടിയാലും ബുദ്ധിമുട്ടാണ്, അറിയാമല്ലോ. അതായത് പൊസസീവ്നെസ് അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ വല്ലാത്ത ബുദ്ധിമുട്ടും. അത് ശ്രദ്ധിച്ച് മാത്രം പെരുമാറുക എന്നാണ് ഡിവൈൻ പറയുന്നത്. റൊമാൻറ്റിക് ഫീലിങ്സ്, യുവർ ഫീലിങ്സ് ആർ റിയൽ ആൻഡ് വർത്ത് എക്സ്പ്ലോറിങ്. ഓക്കെ,
നിങ്ങൾക്ക് തോന്നുന്ന ഫീലിങ്സ് ഗോ ഹെഡ് ആണ്, ഓക്കെ ആണ് എന്നാണ് ഡിവൈൻ പറയുന്നത് കേട്ടോ. പരസ്പര സ്നേഹം തന്നെയാണ് അവിടെ കാണുന്നത്, മുന്നോട്ട് പോയിക്കോളൂ എന്ന് തന്നെയാണ് പറയുന്നത്. ഓക്കെ, 2 കാർഡോടെ വർത്ത് വെയിറ്റിംഗ് ഫോർ ഡിവൈൻ ടൈമിംഗ് ഈസ് അറ്റ് വർക്ക് ഇൻ യുവർ ലവ് ലൈഫ്. ഡിവൈൻ ടൈമിങ്ങിൽ കാര്യങ്ങളെല്ലാം ശരിയാകും. അതും നിങ്ങളുടെ എനർജി ആയിരുന്നു അല്ലേ? ഡിവൈൻ ടൈമിങ്ങിൽ എല്ലാം ശരിയാകും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ. ഹണിമൂൺ, എൻജോയ് ദ ബ്ലിസ് ഓഫ് ഹോളിഡേ ടൈം ടുഗെദർ. ചിലർക്കെങ്കിലും ഒരു കല്യാണം വരുന്നുണ്ട്, ഒരു ഫൈനൽ കമ്മിറ്റ്മെൻറ്റ് വരുന്നുണ്ട്. ഫൈനൽ കമ്മിറ്റ്മെൻറ്റ് കിട്ടിയവർ മുന്നോട്ട് പോകൂ, ഹണിമൂൺ എൻജോയ് ചെയ്യൂ എന്ന് ഡിവൈൻ പറയുകയാണ്. ലാസ്റ്റ് കാർഡ്, കീപ്പ് ആൻ ഓപ്പൺ മൈൻഡ്, യുവർ സോൾമേറ്റ് മൈ ഡിഫർ ഫ്രം യുവർ യൂഷ്വൽ ടൈപ്പ് ആൻഡ് എക്സ്പെക്റ്റേഷൻസ്. ഞാൻ പറഞ്ഞില്ല അഡ്ജസ്റ്റ്മെൻറ്റ്സ് വേണ്ടി വരും എന്ന് ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ? റീഡിങ്ങിൽ ഞാൻ പറഞ്ഞിരുന്നു പല സ്ഥലത്തും അഡ്ജസ്റ്റ്മെൻറ്റ്സ് വേണ്ടി വരും, കാരണം ചിലർക്കെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവിടെ ഉള്ളതായിട്ട് കാണുന്നു. അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്താൽ മാത്രമേ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോവുകയുള്ളൂ അല്ലേ? കറക്റ്റ് അല്ലേ ഞാൻ പറഞ്ഞേ? അങ്ങനെ ഓക്കെ. അപ്പോൾ ഇതായിരുന്നു ഡിവൈൻ ഗൈഡൻസ്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ റീഡിങ് കേട്ടോ. അപ്പോൾ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ, ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ വേറെന്താണ്, ഹൈപ്പും കൂടെ ഒന്ന് ചെയ്ത് തരണം കേട്ടോ, കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ പുതിയൊരു റീഡിങ്ങുമായിട്ട് നമ്മൾ തമ്മിൽ കാണും വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. മേ ഗോഡ് ബ്ലെസ് യു. ബൈ.